രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഇടിമുഴക്കം കേൾക്കാം. പേമാരി പെയ്യുന്ന ആ രാത്രിയിൽ ലാനിസ്റ്റർ സൈന്യത്തിന്റെ ഗോൾഡ് ക്ലോക്ക് ക്യാമ്പിൽ 2 കാവൽക്കാർ തമ്മിൽ ആരാണ് ഏറ്റവും മികച്ച പോരാളി എന്നതിനെ ചൊല്ലി തർക്കിക്കുകയാണ്. അതിലൊരാളായ ഗാർഡ് പറഞ്ഞു, അത് മൗണ്ടൻ തന്നെയായിരിക്കും. അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും ശക്തൻ. ഇത് കേട്ട് റെനിക്ക് എന്ന മറ്റേ ഗാർഡ് പറഞ്ഞു, സിംഹത്തേക്കാളും വലിപ്പം കാളയ്ക്കാണ് എന്ന് കരുതി ഒരു യുദ്ധത്തിന് ഞാൻ കാളയെ തിരഞ്ഞെടുക്കില്ല. ഗാർഡ് തിരിച്ചു പറഞ്ഞു, ആ കാളയ്ക്ക് കൂർത്ത പല്ലുകളും നഖങ്ങളുമുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കും. പെട്ടെന്ന് അവരുടെ കുതിരകൾ അസ്വസ്ഥമായി ചിറയ്ക്കാൻ തുടങ്ങി. റെനിക്ക് ചോദിച്ചു, കുതിരകൾക്ക് എന്തോ ഭയം തോന്നുന്നില്ലേ? ഗാർഡ് പറഞ്ഞു, അവറ്റകൾ സ്വന്തം നിഴൽ കണ്ടാൽ പോലും പേടിക്കുന്നവരാണ്. പെട്ടെന്ന് റെനിക്ക് നിശബ്ദനാകാൻ ആംഗ്യം കാണിച്ചു. അവൻ ചോദിച്ചു, ഷ്, നീ അത് കേട്ടോ? ഗാർഡ് പറഞ്ഞു, ഇല്ല. റെനിക്ക് ഭയത്തോടെ പറഞ്ഞു, അവിടെ ഇരുട്ടിൽ എന്തോ ഉണ്ട്. രണ്ടുപേരും ആ ഇരുട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവർ പതുക്കെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് റെനിക്ക് ശബ്ദത്തിൽ കീഴ്ശ്വാസം വിട്ടു. അത് കേട്ട് ഗാർഡ് ഞെട്ടിപ്പോയി. റെനിക്ക് അത് കണ്ട് ആർത്തുചിരിച്ചു. ഗാർഡ് ദേഷ്യത്തോടെ പറഞ്ഞു, നീ വെറുമൊരു കോമാളിയാണ്. റെനിക്ക് ചിരിയടക്കാനാവാതെ പറഞ്ഞു, നീ പേടിച്ച് മുള്ളിപ്പോയി എന്നെനിക്ക് ഉറപ്പാണ്. ഗാർഡ് സീരിയസായി പറഞ്ഞു, അല്ല, സത്യമായും അവിടെ എന്തോ ഉണ്ട്. റെനിക്ക് പറഞ്ഞു, മതി നിർത്ത്, ഇനിയും എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഗാർഡ് തന്റെ വാൾ ഉറയിൽ നിന്നും ഊരി. പെട്ടെന്ന് ആ കൂരിരുട്ടിൽ നിന്നും ഒരു ഡയർവുൾഫ് റെനിക്കിന്റെ മേലേക്ക് ചാടി വീണു. അവന്റെ കഴുത്ത് കടിച്ചുകീറി. ആ അലർച്ചയും നിലവിളിയും കേട്ട് ഇരുട്ടിൽ നിന്നും ഒരാളുടെ മുഖം തെളിഞ്ഞുവന്നു. റോബ് സ്റ്റാർക്ക്, വടക്കുനിന്നുള്ള രാജാവ്. റോബ് സ്റ്റാർക്ക് തന്റെ കുതിരപ്പുറത്ത് ശാന്തനായിരുന്നു. ലാനിസ്റ്റർ സൈനികരെ തന്റെ ചെന്നായക്കൂട്ടം വേട്ടയാടുന്നത് അവൻ നിർവികാരനായി നോക്കിക്കണ്ടു. ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി അവൻ ഇരിക്കുന്നത് കണ്ടാൽ സാക്ഷാൽ മരണം വിധി നടപ്പിലാക്കാൻ വന്നതുപോലെ തോന്നും. അവന്റെ സൈന്യം ആ ക്യാമ്പ് മുഴുവൻ വളഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ യുദ്ധക്കളം. വടക്കൻ സൈന്യം ലാനിസ്റ്റർ ക്യാമ്പ് തകർത്തെറിഞ്ഞിരിക്കുന്നു. എങ്ങും മൃതശരീരങ്ങളും പരിക്കേറ്റവരുടെ നിലവിളികളും മാത്രം. മൂടൽമഞ്ഞിലൂടെ റോബ് സ്റ്റാർക്കും റൂസ് ബോൾട്ടനും നടന്നുവരുന്നു. റൂസ് ബോൾട്ടൻ പറഞ്ഞു, നമ്മുടെ ഒരാൾ മരിച്ചപ്പോൾ 5 ലാനിസ്റ്റർമാരാണ് മരിച്ചത്. അവർ തീർന്നു. അവരുടെ കയ്യിലുള്ളതെല്ലാം എടുത്തോളൂ. പക്ഷെ ഈ തടവുകാരെയെല്ലാം പാർപ്പിക്കാൻ നമുക്ക് സ്ഥലമില്ല. നമ്മുടെ ആളുകൾക്ക് തന്നെ ഭക്ഷണം തികയുന്നില്ല. റോബ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നമ്മൾ തടവുകാരെ വധിക്കാൻ പോകുന്നില്ല. ലാനിസ്റ്റർമാരുടെ കയ്യിലും തടവുകാരുണ്ട്. എന്റെ സഹോദരിമാരെ ഉപദ്രവിക്കാൻ അവർക്ക് ഞാൻ ഒരു കാരണവും ഉണ്ടാക്കിക്കൊടുക്കില്ല. അപ്പോൾ അടുത്തുകിടന്ന ഒരു പരിക്കേറ്റ സൈനികൻ നിലവിളിച്ചു പറഞ്ഞു, വേണ്ട, ദയവു ചെയ്തു അത് ചെയ്യല്ലേ. അവിടെ ഒരു പെൺകുട്ടി താലിസ ആ സൈനികനെ ചികിത്സിക്കാൻ ശ്രമിക്കുകയാണ്. അവന്റെ കാലുകൾ തകർന്നിരിക്കുകയാണ്. താലിസ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കെ. സൈനികൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട. താലിസ പറഞ്ഞു, നിന്റെ കാലിൽ അണുബാധയുണ്ട്. അത് ഇപ്പോഴേ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് ശരീരം മുഴുവൻ പടരും. റോബ് സ്റ്റാർക്ക് അങ്ങോട്ടേക്ക് വന്നു. അവൻ മുട്ടുകുത്തി ആ സൈനികനെ പിടിച്ചുവെച്ചു. സൈനികൻ റോബിനോട് പറഞ്ഞു, പ്രഭു, ദയവായി പറയൂ, എനിക്കെന്റെ കാൽ നഷ്ടപ്പെടുത്താൻ വയ്യ. റോബ് പറഞ്ഞു, ഇവളത് ചെയ്തില്ലെങ്കിൽ നീ മരിച്ചുപോകും. റൂസ് ബോൾട്ടൻ റോബിനോട് പറഞ്ഞു, ഈ ലാനിസ്റ്റർ പയ്യനേക്കാൾ നമ്മുടെ ആളുകൾക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ആവശ്യം. താലിസ റൂസ് ബോൾട്ടനെ നോക്കി പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ എന്റെ ആളുകളല്ല പ്രഭു. റോബ് ആ സൈനികനോട് പറഞ്ഞു, ഇത് നിന്റെ വായിൽ കടിച്ചു പിടിച്ചു കിടക്കൂ, നീ ഇത് കാണാൻ നിൽക്കണ്ട. റോബ് അവന്റെ വായിൽ ഒരു ലെതർ കഷ്ണം വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കടിച്ചു പിടിക്കൂ. സ്വന്തം നാവ് കടിച്ചു മുറിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. റോബ് അവനെ ബലമായി പിടിച്ചുവെച്ചു. താലിസ ഒരു അറക്കവാളെടുത്ത് അവന്റെ കാൽ മുറിക്കാൻ തുടങ്ങി. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. റോബ് താലിസയെ നോക്കി. ചോര ചീറ്റുന്നതിനിടയിലും അവൾ ഒരു കൂസലുമില്ലാതെ തന്റെ ജോലി ചെയ്യുകയാണ്. അവളുടെ ആ തന്റേടം കണ്ട് റോബ് അത്ഭുതപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് യുദ്ധക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് റോബ് കുതിരപ്പുറത്തു വരികയാണ്. താലിസ പരിക്കേറ്റവരെ വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നു. റോബ് അവളുടെ അടുത്തേക്ക് ചെന്നു. റോബ് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അവൾ പറഞ്ഞു, താലിസ. റോബ് ചോദിച്ചു, നിന്റെ വീട്ടുപേരെന്താണ്? താലിസ തിരിച്ചു ചോദിച്ചു, എന്റെ കുടുംബം ആർക്കുവേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാനാണോ? റോബ് പറഞ്ഞു, നിനക്കെന്റെ കുടുംബപ്പേര് അറിയാമല്ലോ, അപ്പോൾ എനിക്കും അതറിയാൻ അവകാശമില്ലേ? താലിസ ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങളുടെ കൽപ്പനപ്രകാരമാണ് ആ പയ്യന് അവന്റെ കാൽ നഷ്ടപ്പെട്ടത്. റോബ് പറഞ്ഞു, അവർ എന്റെ അച്ഛനെ കൊന്നു. താലിസ ചോദിച്ചു, ആ പയ്യനാണോ കൊന്നത്? റോബ് പറഞ്ഞു, അവൻ യുദ്ധം ചെയ്തത് അവർക്കു വേണ്ടിയാണ്. താലിസ പരിഹാസത്തോടെ പറഞ്ഞു, അവൻ കിങ് ജോഫ്രിയുടെ സുഹൃത്താണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ലാനിസ്പോർട്ടിനടുത്തുള്ള ഒരു മീൻപിടുത്തക്കാരന്റെ മകനാണവൻ. ഏതാനും മാസങ്ങൾക്കു മുൻപ് ഒരു കുന്തം കൈയിൽ കൊടുക്കുന്നതുവരെ അവനത് കണ്ടിട്ടുപോലുമുണ്ടാകില്ല. റോബ് പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങണമെന്നാണോ നീ പറയുന്നത്? താലിസ നിന്നു. അവൾ റോബിനെ നോക്കി ചോദിച്ചു, നിങ്ങൾ ജോഫ്രിയെ കൊല്ലാൻ പോവുകയാണോ? റോബ് പറഞ്ഞു,
ദൈവം എനിക്ക് ശക്തി തരികയാണെങ്കിൽ. താലിസ ചോദിച്ചു, എന്നിട്ട് എന്തു ചെയ്യും? റോബ് പറഞ്ഞു, എനിക്കറിയില്ല. ഞങ്ങൾ വിന്റർഫെല്ലിലേക്ക് തിരിച്ചുപോകും. എനിക്ക് അയൺ ത്രോണിൽ ഇരിക്കാൻ ആഗ്രഹമില്ല. താലിസ ചോദിച്ചു, അപ്പോൾ ആര് ഭരിക്കും? റോബ് പറഞ്ഞു, എനിക്കറിയില്ല. താലിസ അത്ഭുതത്തോടെ പറഞ്ഞു, നിങ്ങൾ ഒരു രാജാവിനെ പുറത്താക്കാൻ യുദ്ധം ചെയ്യുന്നു, പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു പദ്ധതിയുമില്ലേ? താലിസ വണ്ടിയിലേക്ക് കയറി. റോബ് അവൾ പോകുന്നത് നോക്കി നിന്നു. അവളുടെ വാക്കുകൾ അവനിൽ തറച്ചിരുന്നു. കഥ കിങ്സ് ലാൻഡിംഗിലെ ത്രോൺമുറിയിലേക്ക്. ക്രൂരതയുടെ പര്യായമായ കിങ് ജോഫ്രി മുട്ടുകുത്തി നിൽക്കുന്ന സാൻസ സ്റ്റാർക്കിനു നേരെ തന്റെ ക്രോസ്ബോ ചൂണ്ടി നിൽക്കുകയാണ്. ജോഫ്രി പറഞ്ഞു, നിന്റെ സഹോദരൻ ചെയ്ത പുതിയ വഞ്ചനയ്ക്ക് ഉത്തരം പറയാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. സാൻസ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, എന്റെ സഹോദരൻ എന്തു ചെയ്താലും അതിലെനിക്ക് പങ്കില്ല. അങ്ങയ്ക്കതറിയാമല്ലോ. ഞാൻ അപേക്ഷിക്കുന്നു, പ്ലീസ്. ജോഫ്രി ലാൻസലിനോട് പറഞ്ഞു, സർ ലാൻസൽ, അവൾക്ക് ആ കാര്യം പറഞ്ഞുകൊടുക്കൂ. ലാൻസൽ സഭയിലുള്ളവരോടായി പറഞ്ഞു, ഏതോ മ്ലേച്ഛമായ മന്ത്രവാദം ഉപയോഗിച്ച് നിന്റെ സഹോദരൻ ഒരു ചെന്നായക്കൂട്ടത്തോടൊപ്പം സ്റ്റാഫോർഡ് ലാനിസ്റ്ററെ ആക്രമിച്ചു. ആയിരക്കണക്കിന് നല്ല മനുഷ്യരെയാണ് അവൻ കൊന്നൊടുക്കിയത്. യുദ്ധത്തിനുശേഷം ആ വടക്കന്മാർ മരിച്ചവരുടെ മാംസം തിന്നു. സാൻസ ഞെട്ടിപ്പോയി. ജോഫ്രി പറഞ്ഞു, നിന്നെ കൊന്നാൽ അത് നിന്റെ സഹോദരന് നല്ലൊരു മറുപടിയാകും. സാൻസ പൊട്ടിക്കരഞ്ഞു. ജോഫ്രി തുടർന്നു പറഞ്ഞു, പക്ഷേ നിന്നെ ജീവനോടെ വെക്കണമെന്ന് എന്റെ അമ്മയ്ക്ക് നിർബന്ധമാണ്. എഴുന്നേൽക്ക്. അതുകൊണ്ട് നിന്റെ സഹോദരന് സന്ദേശം നൽകാൻ വേറെ വഴികൾ നോക്കേണ്ടിവരും. സർ മെറിൻ ട്രാൻഡ് സാൻസയുടെ അടുത്തേക്ക് വന്നു. ജോഫ്രി പറഞ്ഞു, അവളുടെ മുഖത്ത് അടിക്കണ്ട. എനിക്കവളെ കാണാൻ ഭംഗിയുള്ളതാണിഷ്ടം. ഇത് കേട്ടതും മെറിൻ ട്രാൻഡ് സാൻസയുടെ വയറ്റിൽ ആഞ്ഞടിച്ചു. അവൾ വേദന കൊണ്ട് കരഞ്ഞു. ജോഫ്രി അത് കണ്ട് ആസ്വദിച്ചു. മെറിൻ അവളുടെ കാലിലടിച്ച് അവളെ താഴെയിട്ടു. അവൾ നിലവിളിച്ചു. ജോഫ്രി ക്രൂരമായി പറഞ്ഞു, മെറിൻ, എന്റെ ലേഡി വല്ലാതെ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അതൊന്നു കുറച്ചുകൊടുക്കൂ. മെറിൻ സാൻസയുടെ ഉടുപ്പ് പുറകിൽ നിന്നും വലിച്ചുകീറി. അവൾ നാണക്കേടും വേദനയും കൊണ്ട് അലറിക്കരഞ്ഞു. ജോഫ്രി പറഞ്ഞു, റോബ് സ്റ്റാർക്ക് നമ്മൾ പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉച്ചത്തിൽ പറയേണ്ടിവരും. മെറിൻ അവളെ അടിക്കാൻ വാളോങ്ങി. പെട്ടെന്ന് ആ സിംഹാസനമുറിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. എന്താണിവിടെ നടക്കുന്നത്? ഒരു സിംഹത്തിന്റെ ഗർജനം പോലെ ആ ശബ്ദം മുഴങ്ങി. അത് ടിറിയൻ ലാനിസ്റ്ററായിരുന്നു. ഒരു ചെറിയ മനുഷ്യനാണെങ്കിലും അയാളുടെ നിഴൽ ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരെക്കാളും വലുതായിരുന്നു. ടിറിയൻ ചോദിച്ചു, നിസ്സഹായിയായ ഒരു പെൺകുട്ടിയെ തല്ലാൻ എന്തു തരം നൈറ്റാണ് താൻ? മെറിൻ പറഞ്ഞു, രാജാവിനെ സേവിക്കുന്ന നൈറ്റ്. ബ്രോൺ പരിഹാസത്തോട് പറഞ്ഞു, സൂക്ഷിക്കണം. നിങ്ങളുടെ ആ വെളുത്ത കുപ്പായത്തിൽ ചോര വീഴാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ടിറിയൻ അവിടെയുള്ളവരോട് പറഞ്ഞു, ആരെങ്കിലും ആ പെൺകുട്ടിക്ക് പുതയ്ക്കാൻ എന്തെങ്കിലും കൊടുക്കൂ. ഇവൾ നിങ്ങളുടെ രാജ്ഞിയാകാൻ പോകുന്നവളാണ്. അവളുടെ അഭിമാനത്തിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ലേ? ജോഫ്രി പറഞ്ഞു, ഞാൻ അവളെ ശിക്ഷിക്കുകയാണ്. ടിറിയൻ ദേഷ്യത്തോടെ ചോദിച്ചു, എന്ത് കുറ്റത്തിന്? അവളുടെ സഹോദരൻ ചെയ്യുന്ന യുദ്ധത്തിന് അവളാണോ ഉത്തരവാദി? വിവരം കെട്ടവനെ. ജോഫ്രി അലറി പറഞ്ഞു, എന്നോടങ്ങനെ സംസാരിക്കാൻ നിനക്കവകാശമില്ല. രാജാവിനിഷ്ടമുള്ളത് ചെയ്യാം. ടിറിയൻ ശാന്തമായി പറഞ്ഞു, ഭ്രാന്തൻ രാജാവും ഇഷ്ടമുള്ളതാണ് ചെയ്തിരുന്നത്. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിന്റെ അമ്മാവൻ ജെയ്മി പറഞ്ഞു തന്നിട്ടില്ലേ? മെറിൻ പറഞ്ഞു, കിങ്സ്ഗാർഡിന്റെ മുന്നിൽ വെച്ച് ആരും രാജാവിനെ ഭീഷണിപ്പെടുത്താറില്ല. ടിറിയൻ പറഞ്ഞു, ഞാൻ രാജാവിനെ ഭീഷണിപ്പെടുത്തുകയല്ല, എന്റെ അനന്തരവനെ പഠിപ്പിക്കുകയാണ്. ടിറിയൻ ബ്രോണിനെ നോക്കി പറഞ്ഞു, ബ്രോൺ, ഇനി ഈ മെറിൻ വായ തുറന്നാൽ അവനെ കൊന്നേക്ക്. ടിറിയൻ മെറിനെ നോക്കി പറഞ്ഞു, ഇതാണ് ഭീഷണി. വ്യത്യാസം മനസ്സിലായോ? മെറിൻ ഭയത്തോടെ മിണ്ടാതിരുന്നു. ടിറിയൻ സാൻസയുടെ അടുത്തേക്ക് ചെന്ന് കൈകൊടുത്തു. അയാൾ പറഞ്ഞു, എന്റെ അനന്തരവന്റെ പെരുമാറ്റത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവർ പുറത്തേക്ക് നടന്നു. ടിറിയൻ സാൻസയോട് ചോദിച്ചു, എന്നോട് സത്യം പറയൂ, ഈ വിവാഹനിശ്ചയം അവസാനിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? സാൻസ വിറയിലോടെ പറഞ്ഞു, ഞാൻ കിങ് ജോഫ്രിയോട് കൂറുള്ളവളാണ്. അവനാണ് എന്റെ യഥാർത്ഥ പ്രണയം. അടുത്ത രംഗം ജോഫ്രിയുടെ മുറി. അവിടെ രണ്ട് വേശികൾ റോസും ഡെയ്സിയും ജോഫ്രിയെ കാത്തുനിൽക്കുന്നു. ജോഫ്രി അകത്തേക്ക് വന്നു. റോസ് പറഞ്ഞു, ജന്മദിനാശംസകൾ പ്രഭു. ജോഫ്രി പറഞ്ഞു, എന്റെ ജന്മദിനം കഴിഞ്ഞു. റോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പറയുന്നില്ലെങ്കിൽ ഞങ്ങളും പറയില്ല. അവൾ ജോഫ്രിയുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചു. ജോഫ്രി അവളെ തടഞ്ഞു. അവൻ പറഞ്ഞു, വേണ്ട. അവളെ തൊടൂ. ജോഫ്രി ഒരു കസേരയിലിരുന്ന് അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ ആ പെൺകുട്ടികളോട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ജോഫ്രി ചോദിച്ചു, നിനക്ക് അവളെ അടിക്കാൻ കഴിയുമോ? ആദ്യം അവർ അത് തമാശയായി കരുതി. പക്ഷെ ജോഫ്രിയുടെ മുഖം മാറിയപ്പോൾ അവർക്ക് ഭയമായി. ജോഫ്രി തന്റെ ബെൽറ്റൂരി
റോസിനു കൊടുത്തു. ജോഫ്രി പറഞ്ഞു, ഇതുപയോഗിക്കേ. റോസ് മടിച്ചു നിന്നു. പക്ഷേ ജോഫ്രിയുടെ നോട്ടം കണ്ട് അവൾ ഡെയ്സിയെ അടിക്കാൻ തുടങ്ങി. ജോഫ്രി അലറി, കൂടുതൽ ശക്തിയിൽ. ഡെയ്സി വേദന കൊണ്ട് കരയാൻ തുടങ്ങി. റോസിന് സങ്കടം സഹിക്കാനായില്ല. ജോഫ്രി റോസിന്റെ മുഖം പിടിച്ചുയർത്തി പറഞ്ഞു, ഞാൻ പറഞ്ഞു കൂടുതൽ ശക്തിയിലെന്ന്. എന്റെ അമ്മാവൻ കൊടുത്ത കാശിനുള്ള മുതല് എനിക്ക് കിട്ടണം. റോസ് വീണ്ടും അടിക്കാൻ തുടങ്ങി. ഡെയ്സി അലറിക്കരഞ്ഞു. ജോഫ്രി തന്റെ ക്രോസ്ബോ എടുത്തു. അതിൽ അമ്പ് നിറച്ചു. ജോഫ്രി പറഞ്ഞു, തുടങ്ങൂ. ഡെയ്സി ജീവനുവേണ്ടി യാചിച്ചു. പക്ഷേ റോസ് വേറെ വഴിയില്ലാതെ അവളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ജോഫ്രി ആ കാഴ്ച കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കഥ റെൻലി ബരാത്തിയന്റെ ക്യാമ്പിലേക്ക്. റെൻലി നടന്നുവരുമ്പോൾ ലിറ്റിൽ ഫിംഗർ അവിടെ നിൽക്കുന്നു. റെൻലി പറഞ്ഞു, ആഹാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടിക്കൊടുപ്പുകാരനാണല്ലോ ഇത്. ലിറ്റിൽ ഫിംഗർ വണങ്ങി പറഞ്ഞു, യുവരാജാവേ. റെൻലി പറഞ്ഞു, ഇപ്പോൾ നീ ലാനിസ്റ്റർമാർക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത്? പറയൂ, എന്റെ ചേട്ടന്റെ ശവം ഒന്ന് തണുക്കുന്നതിനു മുൻപ് തന്നെ നീ പുതിയ യജമാനന്മാരെ കണ്ടുപിടിച്ചോ? ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, ഞാൻ പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാളാണ്. റെൻലി പറഞ്ഞു, പക്ഷെ കൂറുള്ളവനല്ല. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു, ഞാൻ ആരോട് കൂറുള്ളവനായിരിക്കണം? നിങ്ങളുടെ ചേട്ടന്റെ ശവത്തോടോ? റെൻലി ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല ലോർഡ് ബെയ്ലിഷ്. നിന്റെ മുഖം എനിക്കിഷ്ടമല്ല. നിന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ എനിക്കിഷ്ടമല്ല. നീ എന്തിനാണ് ഇവിടെ വന്നത്? ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, രാജകൊട്ടാരത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നെഡ് സ്റ്റാർക്ക് നിങ്ങളെ പിന്തുണയ്ക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് വിശ്വസിക്കുന്നവർ. റെൻലി ഒരു ആപ്പിൾ എടുത്തു കടിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ കയ്യിലാണ് കൂടുതൽ സൈന്യമുള്ളതെന്ന് നിനക്കറിയാം. ഞാൻ കിങ്സ് ലാൻഡിംഗ് പിടിച്ചടക്കുമെന്ന് നിനക്കറിയാം. അപ്പോൾ നിന്റെ സ്ഥാനം നിലനിർത്തണം, നിന്റെ തലയും. ലിറ്റിൽ ഫിംഗർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ തലയ്ക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പിന്നീട് രാത്രിയിൽ ലിറ്റിൽ ഫിംഗർ മാർജറി ടൈറലിനെ കണ്ടുമുട്ടുന്നു. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു, ഈ ടെന്റുകളെല്ലാം കാണാൻ ഒരേപോലെയിരിക്കുന്നു. എനിക്കൊന്ന് വഴികാട്ടിത്തരാമോ? മാർജറി പറഞ്ഞു, തീർച്ചയായും. എനിക്ക് തന്നെ വഴി പഠിക്കാൻ ആഴ്ചകളെടുത്തു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ രാജാവിന്റെ ടെന്റിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. മാർജറി പറഞ്ഞു, കിങ്സ്ഗാർഡിന്റെ സ്ഥാനം രാജാവിന്റെ അരികിലാണ്. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു, നിങ്ങളുടെ വിവാഹരാത്രിയിൽ ആരായിരുന്നു രാജാവിന്റെ അരികിൽ? മാർജറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തിൽ വലിയ താൽപ്പര്യമാണല്ലോ. അവൾ തുടർന്നു പറഞ്ഞു, എന്റെ ഭർത്താവ് എന്റെ രാജാവാണ്, എന്റെ രാജാവ് എന്റെ ഭർത്താവാണ്. അടുത്തതായി കാർത്ത് എന്ന നഗരത്തിന് പുറത്ത് ഒരു വിശാലമായ മരുഭൂമി. ഡെനേറിസ് ടാർഗേറിയൻ അവശയായി നിൽക്കുന്നു. അവളുടെ ഡ്രാഗണുകളും കൂടെയുള്ളവരും ഭക്ഷണവും വെള്ളവുമില്ലാതെ മരിക്കാറായ അവസ്ഥയിലാണ്. കോവാറോ എന്ന കുതിരപ്പടയാളി അവളുടെ അടുത്തേക്ക് വന്നു. അവൻ പറഞ്ഞു, കാർത്ത്, കടലിനോട് ചേർന്നുള്ള നഗരം. 3 ദിവസത്തെ ദൂരമുണ്ട്. ഡെനേറിസ് ചോദിച്ചു, അവർ നമ്മളെ അകത്തേക്ക് വിടുമോ? കോവാറോ പറഞ്ഞു, ഡ്രാഗണുകളുടെ അമ്മയെ സ്വീകരിക്കാൻ അവർക്ക് അഭിമാനമേയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഡെനേറിസ് മോർമോണ്ടിനോട് ചോദിച്ചു, നിനക്ക് ആ സ്ഥലത്തെക്കുറിച്ച് എന്തറിയാം? ജോറ പറഞ്ഞു, ആ മതിലുകൾക്ക് പുറത്തുള്ള മരുഭൂമിയെ ഗാർഡൻ ഓഫ് ബോൺസ്, അസ്ഥികളുടെ പൂന്തോട്ടം എന്നാണ് വിളിക്കുന്നത്. ഓരോ തവണയും അവർ വാതിലുകൾ അടയ്ക്കുമ്പോൾ ആ പൂന്തോട്ടം വലുതാകും. ആര്യ സ്റ്റാർക്ക്, ജെൻട്രി, ഹോട്ട്പൈ എന്നിവരെ ലാനിസ്റ്റർ സൈനികർ ചങ്ങലയിൽ ബന്ധിച്ച് നടത്തിക്കൊണ്ടുവരികയാണ്. ചുറ്റും ഭയാനകമായ അന്തരീക്ഷം. ഹോട്ട്പൈ മൂക്ക് പൊത്തിക്കൊണ്ട് ചോദിച്ചു, എന്താണീ നാറ്റം? ആര്യ നിർവികാരിയായി പറഞ്ഞു, മരിച്ച മനുഷ്യർ. അവർ ഹാരൻഹാളിന്റെ തടവറയിലെത്തി. അവിടെയെങ്ങും പീഡനങ്ങളുടെ നിലവിളികൾ മാത്രം. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൻ മരിച്ചു. അതെന്റെ മകനായിരുന്നു. എന്റെ സഹോദരി 3 ദിവസം മുൻപും ഭർത്താവ് അതിന്റെ തലേദിവസവും മരിച്ചു. ജെൻട്രി ചോദിച്ചു, അവർ എന്നും ആരെയെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? ആ സ്ത്രീ തലയാട്ടി. രാത്രിയിൽ ആ മഴയത്ത് ആര്യ കിടക്കുമ്പോൾ അവൾ തന്റെ പക വീട്ടേണ്ടവരുടെ പേരുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ജോഫ്രി, സെർസി, ഇലിൻ പെയിൻ, ദ ഹൗണ്ട്. റെൻലിയുടെ ക്യാമ്പിൽ കാറ്റലിൻ സ്റ്റാർക്കിരിക്കുന്നു. ലിറ്റിൽ ഫിംഗർ അങ്ങോട്ട് കടന്നുവന്നു. കാറ്റലിൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇറങ്ങിപ്പോടാ. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, നെഡ് സ്റ്റാർക്കിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. കാറ്റലിൻ ഒരു കത്തിയെടുത്ത് ലിറ്റിൽ ഫിംഗറിന് നേരെ നീട്ടിപ്പറഞ്ഞു, ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ കാണണ്ടേ? സാൻസയും ആര്യയും 2 പേരും സുരക്ഷിതരാണ്. ലാനിസ്റ്റർമാർ ഒരു കൈമാറ്റത്തിന് തയ്യാറാണ്. ജെയ്മി ലാനിസ്റ്ററിന് പകരം നിങ്ങളുടെ മക്കളെ വിട്ടുതരും. കാറ്റലിൻ പറഞ്ഞു, ജെയ്മിക്ക് പകരം 2 പെൺകുട്ടികളോ? റോബ് ഒരിക്കലും സമ്മതിക്കില്ല. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അമ്മമാർക്ക് മക്കളുടെ കാര്യമല്ലേ വലുത്. അവൻ ഒരു പെട്ടി കാറ്റലിന് സമ്മാനമായി നൽകി. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു, ടിറിയൻ ലാനിസ്റ്റർ തന്നതാണിത്. കാറ്റലിൻ ആ പെട്ടി തുറന്നു. അതിൽ നെഡ് സ്റ്റാർക്കിന്റെ അസ്ഥികളായിരുന്നു. കാറ്റലിൻ അത് കണ്ട് തകർന്നുപോയി. അവൾ കരഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫിംഗറിനോട് പുറത്തുപോകാൻ ആജ്ഞാപിച്ചു. ഹാരൻഹാളിൽ വീണ്ടും പീഡനങ്ങൾ തുടരുകയാണ്.
ദ ടിക്ലർ എന്ന പീഡകൻ ഒരു തടവുകാരനെ ചോദ്യം ചെയ്യുകയാണ്. ടിക്ലർ ചോദിച്ചു, ഗ്രാമത്തിൽ സ്വർണമുണ്ടോ? തടവുകാരൻ പറഞ്ഞു, എനിക്കറിയില്ല. ടിക്ലർ ചോദിച്ചു, രത്നങ്ങൾ? തടവുകാരൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ടിക്ലർ ചോദിച്ചു, ബ്രദർഹുഡ് എവിടെയാണ്? ഉത്തരം കിട്ടാതായപ്പോൾ ടിക്ലർ ഒരു എലിയെ ഒരു ഇരുമ്പ് ബക്കറ്റിലാക്കി ആ തടവുകാരന്റെ വയറ്റിൽ വെച്ചു. എന്നിട്ട് ബക്കറ്റിന്റെ പുറകിൽ തീ കൊളുത്തി. ചൂട് സഹിക്കാനാവാതെ ആ എലി തടവുകാരന്റെ വയറു തുറന്ന് അകത്തേക്ക് കയറി. ആ മനുഷ്യന്റെ അലർച്ച ഹാരൻഹാൾ മുഴുവൻ മുഴങ്ങി. ആരെയും കൂട്ടരും അത് കണ്ട് ഭയന്നു വിറച്ചു. അടുത്തതായി മൗണ്ടൻ ജെൻട്രിയെ നോക്കി പറഞ്ഞു, നീ. അവർ ജെൻട്രിയെ പിടിച്ചുകൊണ്ടുപോയി കസേരയിൽ കെട്ടിയിട്ടു. ടിക്ലർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ജെൻട്രിയുടെ നെഞ്ചിലും അവർ എലിയെ വെച്ചു. പെട്ടെന്ന് അവിടെ കുതിരക്കുളമ്പടി ശബ്ദം കേട്ടു. ലാനിസ്റ്റർ സൈന്യത്തിന്റെ തലവൻ സാക്ഷാൽ ടൈവിൻ ലാനിസ്റ്റർ അവിടെയെത്തി. അയാളുടെ വരവ് കണ്ടാൽ തന്നെ ആരുമൊന്ന് സ്തംഭിച്ചുപോകും. ആ പ്രായത്തിലും കണ്ണിന് വല്ലാത്തൊരു തിളക്കവും ഗാംഭീര്യവും. ടൈവിൻ ചുറ്റും നോക്കി. അയാൾ ചോദിച്ചു, എന്താണിവിടെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ തടവുകാരെ സെല്ലുകളിലിടാത്തത്? മൗണ്ടൻ പറഞ്ഞു, സെല്ലുകൾ നിറഞ്ഞിരിക്കുകയാണ് പ്രഭു. ടൈവിൻ ജെൻട്രിയെ നോക്കി ചോദിച്ചു, നിനക്കെന്തെങ്കിലും പണി അറിയാമോ? ജെൻട്രി പറഞ്ഞു, ഞാൻ കൊല്ലപ്പണിക്കാരനാണ്. ടൈവിൻ സൈനികരോട് പറഞ്ഞു, അവനെ അഴിച്ചുവിടൂ. പണിയറിയാവുന്നവരെ കൊല്ലാൻ മാത്രം വിഡ്ഢികളാണോ നമ്മൾ? അതിനിടയിൽ ആര്യയെ ഒരു സൈനികൻ ഭീഷണിപ്പെടുത്തി. മുട്ടുകുത്തടാ പട്ടി എന്നു പറഞ്ഞു വാളോങ്ങി. ടൈവിൻ അത് കണ്ടു. അയാൾ പറഞ്ഞു, അവൾ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. അതൊരു പെൺകുട്ടിയാണ് മണ്ടന്മാരെ. എല്ലാവരും ഞെട്ടി. ടൈവിൻ ആര്യയെ നോക്കി ചോദിച്ചു, ആൺവേഷം കെട്ടിയത് ബുദ്ധിയായി. യാത്ര ചെയ്യാൻ സുരക്ഷിതമാണല്ലോ? ആര്യ പറഞ്ഞു, അതെ. ടൈവിൻ പറഞ്ഞു, മിടുക്കി. ഇവളെ എന്റെ കപ്പ് ബെയററായി നിയമിച്ചോളൂ. ഒരു നിമിഷം കൊണ്ട് ടൈവിൻ ലാനിസ്റ്റർ ആര്യയുടെയും ജെൻട്രിയുടെയും ജീവൻ രക്ഷിച്ചു. പക്ഷെ സിംഹത്തിന്റെ മടയിലാണ് ആര്യ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നു മാത്രം. കിങ്സ് ലാൻഡിംഗ്. ടിറിയന്റെ മുറി. ലാൻസൽ ടിറിയന്റെ അടുത്തേക്ക് വന്നു. ലാൻസൽ പറഞ്ഞു, രാജ്ഞി പൈസലിനെ വിട്ടയക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. ടിറിയൻ ലാൻസലിന് കുടിക്കാൻ വൈൻ ഒഴിച്ചുകൊണ്ട് ചോദിച്ചു, നീ സെർസിയുടെ മുറിയിൽ വെളുപ്പാൻ കാലത്താണല്ലോ പോകുന്നത്. അതെന്താ അങ്ങനെ? ലാൻസൽ പതറി. ടിറിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ദേഹത്ത് ലാവൻഡർ എണ്ണയുടെ മണം. സെർസിക്ക് അത് പണ്ടേ ഇഷ്ടമാണ്. എടാ കഴിവേറി, നിന്റെ അമ്മായിയുടെ കൂടെ കിടക്കാൻ നിനക്ക് നാണമില്ലേ? ലാൻസൽ പേടിച്ചു വിറച്ചു. അവൻ ടിറിയന്റെ കാലിൽ വീണു പറഞ്ഞു, എന്നെ വെറുതെ വിടൂ, അത് രാജ്ഞി നിർബന്ധിച്ചിട്ടാണ്. എന്നോട് ക്ഷമിക്കൂ. ടിറിയൻ പറഞ്ഞു, എഴുന്നേൽക്ക്. നീ സെർസിയുടെ കൂടെ കിടന്നോ? പക്ഷെ ഇനിമുതൽ അവൾ എന്തു ചെയ്യുന്നു, ആരെ കാണുന്നു എന്ന് നീ എന്നോട് പറയണം. നീ എനിക്ക് വേണ്ടി ചാരപ്പണി ചെയ്യണം. സമ്മതമാണോ? ലാൻസൽ പറഞ്ഞു, സമ്മതം പ്രഭു, സമ്മതം. ടിറിയൻ ലാനിസ്റ്റർ അവിടെയും തന്റെ ബുദ്ധികൊണ്ട് ജയിച്ചു. റെൻലിയും സ്റ്റാനിസും തമ്മിലുള്ള കൂടിക്കാഴ്ച. രണ്ട് സഹോദരന്മാരും അവരുടെ സൈന്യങ്ങളുമായി മുഖാമുഖം നിൽക്കുന്നു. സ്റ്റാനിസിന്റെ കൂടെ റെഡ് വുമൺ മെലിസാൻഡ്രയുമുണ്ട്. റെൻലി പരിഹാസത്തോടെ ചോദിച്ചു, ഇതാണോ ആ മന്ത്രവാദിനി? നിന്റെ കൊടിയിൽ എന്താ തീ കത്തുന്നത്? മെലിസാൻഡ്രെ പറഞ്ഞു, തീയുടെയും വെളിച്ചത്തിന്റെയും ദൈവമാണ് യഥാർത്ഥ ദൈവം. അങ്ങ് സഹോദരന്റെ മുൻപിൽ മുട്ടുകുത്തണം. റെൻലി ചിരിച്ചു. അവൻ പറഞ്ഞു, നോക്ക്, എന്റെ പിന്നിൽ ആയിരക്കണക്കിന് സൈനികരുണ്ട്. നിന്റെ കയ്യിൽ ആരുമില്ല. സൂര്യനുദിക്കുമ്പോൾ നമ്മൾ തമ്മിൽ കാണാം. സ്റ്റാനിസ് മുന്നറിയിപ്പ് നൽകി പറഞ്ഞു, നേരം വെളുക്കുന്നതിനു മുൻപ് കീഴടങ്ങിയാൽ നിന്നെ ഞാൻ എന്റെ പിൻഗാമിയാക്കാം. അല്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കും. മെലിസാൻഡ്രെ പറഞ്ഞു, രാത്രി ഇരുണ്ടതും ഭീകരത നിറഞ്ഞതുമാണ്. ദ നൈറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഫുൾ ഓഫ് ടെറേഴ്സ്. ഖാർത്ത് നഗരവാതിലിന് മുൻപിൽ. ഡെനേറിസും സംഘവും വാതിലിന് പുറത്തു നിൽക്കുകയാണ്. ഖാർത്തിലെ 13 ഭരണാധികാരികൾ പുറത്തേക്ക് വന്നു. സ്പൈസ് കിങ് എന്ന് വിളിക്കുന്ന ഒരാൾ പറഞ്ഞു, ഡ്രാഗണുകളെ കാണാതെ നിങ്ങളെ അകത്തേക്ക് വിടില്ല. ഡെനേറിസ് ദേഷ്യത്തോടെ പറഞ്ഞു, എന്റെ ഡ്രാഗണുകൾ വലുതാകുമ്പോൾ ഞങ്ങൾ തിരിച്ചുവരും. ഞങ്ങളെ തടഞ്ഞതിനും അപമാനിച്ചതിനും നിങ്ങളുടെ നഗരം ഞങ്ങൾ കത്തിച്ച് ചാമ്പലാക്കും. അവളുടെ ആ വാക്കുകളിലെ തീ കണ്ട് അതിലൊരാളായ സാരോസോവാൻ ഡാക്സോസ് മുന്നോട്ട് വന്നു. അവൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയെ പേടിക്കുന്നത് ഖാർത്തിന് നാണക്കേടാണ്. ഞാൻ എന്റെ രക്തം കൊണ്ട് ഇവർക്ക് ഉറപ്പു നൽകുന്നു. അവൻ കൈമുറിച്ച് രക്തം താഴെ വീഴ്ത്തി ഒരു ബ്ലഡ് ഓത്തെടുത്തു. നഗരവാതിലുകൾ തുറക്കപ്പെട്ടു. ഡെനേറിസ് തലയുയർത്തിപ്പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. ഡാവോസ് മെലിസാൻഡ്രയെ ഒരു തോണിയിൽ കയറ്റി രഹസ്യമായി ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗുഹയുടെ ഉള്ളിലെത്തിയപ്പോൾ മെലിസാൻഡ്രെ തന്റെ വസ്ത്രം മാറ്റി. ഡാവോസ് ഞെട്ടിപ്പോയി. അവൾ പൂർണ്ണഗർഭിണിയായിരുന്നു. ഇത്ര പെട്ടെന്നിതെങ്ങനെ സംഭവിച്ചു? അവൾ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. ഡാവോസ് ഭയത്തോടെ നോക്കിനിന്നു. മെലിസാൻഡ്രെ നിലവിളിച്ചു. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നു. പക്ഷേ അതൊരു മനുഷ്യക്കുഞ്ഞായിരുന്നില്ല. അതൊരു നിഴലായിരുന്നു, ഷാഡോ. കറുത്ത പുക പോലെയുള്ള ആ രൂപം മെല്ലെ വലുതായി. അത് ഡാവോസിനെ നോക്കിയൊന്നലറി. പിന്നീട് ആ നിഴൽ ഗുഹയ്ക്ക് പുറത്തേക്ക് പറന്നുപോയി. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു അത്.
എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.